പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരന്റെ മൊഴിയെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അമ്പലപ്പുഴ പറവൂരിലെ ജി സുധാകരന്റെ വീട്ടിലെത്തിയാണ് മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, 36 വർഷം മുൻപ് നടത്തിയ വെളിപ്പെടുത്തലാണ്, സംഭവത്തിലെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം അവരുടെ നീക്കം എന്തെന്നാണ് മനസ്സിലാക്കുന്നത്? മൊഴിയെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പൊതുപരിപാടി, അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ നടത്തിയ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ എന്നിലൂടെ അത് വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അത് തരുന്നത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പഴക്കമേറിയ 3.5 പതിറ്റാണ്ട് മുൻപത്തെ സംഭവം എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വന്നത്. എന്താണിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നീക്കം? അമ്പലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് 2:30 എത്തിയത്. ഒരു അരമണിക്കൂറോളമായി ഉദ്യോഗസ്ഥർ ജി സുധാകരനുമായി സംസാരിക്കുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച പരാതി ഇവിടുത്തെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക്, കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ജി സുധാകരൻ്റെ മൊഴിയെടുക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. നമ്മൾ അല്പസമയം ഈ ഉദ്യോഗസ്ഥരെത്തുന്നതിന് മുമ്പായിട്ട് ജി സുധാകരനുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. അതിനപ്പുറം ഏതെങ്കിലും സിസ്റ്റത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തെ വെല്ലുവിളിക്കുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് മാത്രവുമല്ല, ഒരു പക്ഷേ ജി സുധാകരൻ ഉദ്യോഗസ്ഥരോട് പറയാൻ പോകുന്നത് അവിടെ NGO യൂണിയൻ്റെ പരിപാടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരാതി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വന്നത്, അദ്ദേഹം പറഞ്ഞു വന്നതിനിടയിൽ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് CPMൻ്റെ യൂണിയനിൽ പലരും അംഗങ്ങളാവുന്നുണ്ട്, സർവീസ് യൂണിയനുകളിൽ. പക്ഷേ ഇവരാരും പാർട്ടിയോട് കൂറുള്ളവരോ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരോ വളരെ കുറവാണ്. അല്ലെങ്കിൽ കുറച്ചധികം ആളുകളെങ്കിലും NGO യൂണിയനിലടക്കം CPMൻ്റെ സർവീസ് സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് LDFന് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ നിങ്ങളാരും വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞു വെച്ചതായിരിക്കാം. എന്തായാലും ജി സുധാകരൻ്റെ മൊഴി എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ളൊരു ക്രമവിരുദ്ധത, ചട്ടവിരുദ്ധത, നിയമവിരുദ്ധത ആ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. പ്രത്യേകിച്ച് പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ 30 വർഷം പിന്നിട്ടിരിക്കുന്നു. അതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ വോട്ടൊക്കെ എടുത്ത് പരിശോധിക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. പക്ഷേ ജി സുധാകരനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നൊരു രാഷ്ട്രീയ നേതാവ് ഏത് വേദിയിലാണെങ്കിലും ഇത്തരത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ആരും വിമർശിക്കാത്ത ഒരു സംവിധാനത്തെക്കുറിച്ച് ഇങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പ്, ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത അല്ലെങ്കിൽ ഒരു അടിത്തറ എന്ന് പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ആ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇതിനകത്ത് ജി സുധാകരനെ കഠിനമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളോ മൊഴികളോ ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ. പക്ഷേ ഇത്തരത്തിൽ ഒരു ക്രിയാത്മകമായ ശരിയായ രീതിയിൽ പോകുന്നൊരു സംവിധാനത്തെ എന്തിൻ്റെ പേരിലാണെങ്കിലും അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം പൊതുസമൂഹത്തിനും ഒപ്പം തന്നെ ജി സുധാകരനും നൽകുക എന്നുള്ളത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്ദേശവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉച്ചയോടുകൂടി കേസെടുക്കാനൊരു നിർദ്ദേശം വരുന്നതും വളരെ വേഗതയിൽ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ശരി രഘു, മടങ്ങിയെത്താം. എന്താണ് അടുത്ത നിമിഷങ്ങളിലുള്ള പ്രതികരണം? ജി സുധാകരന്റെ പ്രതികരണം ഉണ്ടാകുമോ? അദ്ദേഹം എന്താണ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിന്മേലൊരു കേസ് വരുന്നു, FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വലിയ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലായി ഇത് മാറുകയും ചെയ്യുകയാണ്. ശ്രീ A ഷുക്കൂർ, കോൺഗ്രസ് നേതാവ്, ശ്രീ റെജു ലിക്കോസ്, ഇടത് സഹയാത്രികർ എന്നിവരാണ് ചേരുന്നത്. ശ്രീ A ഷുക്കൂർ, വളരെ ഗുരുതരമായ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. കാരണം കേസെടുത്താൽ
തനിക്കൊരു ചുക്കുമില്ല എന്ന രീതിയിൽ പറയുന്നു. കേസ് എടുത്തുകൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട് കമ്മീഷൻ. പക്ഷേ അത് കേസ് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം ഗുരുതര പ്രസ്താവനയായി കോൺഗ്രസ് ഇതിനെ കാണുന്നുണ്ട് ശ്രീ എ ഷുക്കൂർ? അല്ലെ, ഇത്തരം കാര്യങ്ങള് ഈ സംഭവിച്ചിട്ടുള്ളത് തുറന്നു പറയുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്ന് എത്തി നിൽക്കുന്നത്. സുധാകരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഏറെ നടന്നിട്ടുള്ളത് നമ്മൾ പലപ്പോഴായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിക്രമങ്ങളുടെ ഈ രൂപത്തിൽ ഏതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഏതെല്ലാം തരത്തിൽ CPM നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിന് എത്രയോ തെളിവുകൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ പോസ്റ്റൽ ബാലറ്റ് പേപ്പറാണ് തിരിമറി. നമുക്കറിയാമല്ലോ, ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലെ വിവിധ ചില CPM എന്താ പറയുക പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിലെയും പോളിംഗ് ശതമാനം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ 99% വരെ വോട്ട് രേഖപ്പെടുത്തുക. മരണപ്പെട്ടവർ നരകത്തിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു ഏർപ്പാടാണുള്ളത്. ആ രൂപത്തിലേക്ക് ഏതെല്ലാം തരത്തിൽ കാണാൻ കഴിയും. ഇപ്പൊ KV ദേവദാസിനെ പരാജയപ്പെടുത്തിയ വക്കം പുരുഷോത്തമന്റെ തെരഞ്ഞെടുപ്പ്, വക്കം പുരുഷോത്തമനും V ദിനകരനും അമ്പലപ്പുഴയിൽ അസംബ്ലിയിലും ആലപ്പുഴയിൽ പാർലമെന്റിലും വക്കവും മത്സരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ കൈനകരി പഞ്ചായത്തിലെ ഭജനമട ബൂത്ത് ഉൾപ്പെടെ കുപ്പപ്പുറം പ്രദേശത്തെ ബൂത്തുകൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് ഏകദേശം 19 ബാലറ്റ് ബോക്സുകൾ, ഏകദേശം അതൊരു 10ഓളം പോളിംഗ് സ്റ്റേഷനുകളിലെ പോളിംഗ് ശതമാനം 99%. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് മാറ്റിവെച്ചത് കൊണ്ട് ഫലപ്രഖ്യാപനം നീണ്ടുപോയി. ആ ഘട്ടത്തിൽ അത് ബോധ്യപ്പെട്ട് നടപടിയെടുത്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇതുപോലെ നിരവധി നമുക്ക് കാണാൻ കഴിയില്ലേ? ഏതെല്ലാം രൂപത്തിലുള്ള അതിക്രമമാണ് നടക്കുക? മരണപ്പെട്ടവർ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ കള്ളവോട്ടുകൾ ചേർക്കുക, വോട്ടുകൾ ഇരട്ടിച്ചു കിടക്കുക. ഇപ്പൊ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ ഒരു പ്രശ്നം തന്നെ, പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു പ്രശ്നം 2019 തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ ഇന്നിപ്പോ UDF കൺവീനറായി വന്ന MP അടൂർ പ്രകാശ് അന്ന് ഇലക്ഷൻ കമ്മീഷന് മുമ്പ് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ട്. ഷുക്കൂർ, അതായത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, 1996 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ, പിന്നീട് ഈ ഭാരതീയ ന്യായ സംഹിത, ഇതടക്കം, കാരണം ഇപ്പോൾ നടത്തുന്ന പ്രതികരണമാണ്. അപ്പോൾ അതിന് മുമ്പിട്ടുണ്ടായിട്ടുള്ള അന്നത്തെ ഈ കൃത്യം ഇതടക്കം പരിഗണിക്കേണ്ടി വരുന്നു. വളരെ ഗൗരവത്തോടെ കമ്മീഷന് സമീപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലേ? തീർച്ചയായും അതിന്റെ വഴിക്ക് നടക്കണമല്ലോ, അത് നടക്കട്ടെ. പക്ഷെ ഈ കേരളത്തിൽ നമുക്കറിയാം, കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും പലയിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ പറയാവുന്ന എത്രയോ കേന്ദ്രങ്ങൾ ഞാനിപ്പോ പറഞ്ഞു വന്നില്ലേ. ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 1,25,000 പരം ഇരട്ടിച്ച വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ കൊടുത്തു. കളക്ടർ അത് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്തു. അതൊരു പ്രോസസ്സിലൂടെ അത് കണ്ടുപിടിച്ച് സമർപ്പിച്ച് അടൂർ പ്രകാശിന് കിട്ടിയ മറുപടി ആ വോട്ടർ പട്ടികയിൽ നിന്ന് അത് നീക്കം ചെയ്യാനുള്ള നടപടിയല്ല ഉണ്ടായത് 2019. എന്നാൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം ചെയ്തു, വളരെ വിലപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം അവർ ഇത്തരത്തിൽ ഇരട്ടിപ്പുകാർ വന്ന് വോട്ട് ചെയ്യാൻ വന്നാൽ അവരുടെ പേരിൽ കർശനമായി നടപടിയെടുക്കും, കേസെടുക്കും, ശിക്ഷ കൊടുക്കും എന്നുള്ള തരത്തിലേക്ക് അന്ന് അവരുടെ അനൗൺസ്മെന്റ് വന്നതുകൊണ്ട് അന്ന് അത്തരത്തിൽ ഇരട്ടിപ്പുകാർ വന്ന് വോട്ട് ചെയ്യാതിരുന്നു. അതിന്റെ ഫലം അവിടെ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലുണ്ടായി. അത് 2019 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കാര്യം അതപ്പോൾ നീക്കം ചെയ്യാതെ ആ വോട്ടുകൾ അവിടെ കിടക്കുകയാണ്. വീണ്ടും ഇരട്ടിപ്പിന്റെ സംഖ്യ ഇത്രയാണ് എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അദ്ദേഹം ഒരു വിധി വാങ്ങി. ഹൈക്കോടതി ഇത് നീക്കം ചെയ്യാനുള്ള അധികാരമില്ല, എന്നാൽ ഇതിനകത്തുള്ള കൃത്രിമം നടക്കാതിരിക്കാൻ വെബ് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ആ രൂപത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു.
അതിന്റെ ഫലം ഉണ്ടായി. എന്നാൽ അതിന്റെ ഫലം ഭാഗികമായിരുന്നു. എന്നാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ അടൂർ പ്രകാശ് വിജയിക്കുകയും ഉണ്ടായി. ആറ്റിക്കൽ നിയോജകമണ്ഡലമാണ്, ഓർക്കണം. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ അനുഭവം, എത്രയോ സ്ഥലങ്ങൾ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ തന്നെ എനിക്ക് എടുത്തു പറയാവുന്ന സ്ഥലങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, വിജയത്തെ തകർക്കാൻ, പരാജയം വിജയിക്കാൻ പോകുന്നയാളെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, കള്ളവോട്ടിലൂടെ പരാജയപ്പെടുത്താൻ കൈനകരി മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 കേന്ദ്രങ്ങൾ, പോളിംഗ് സ്റ്റേഷന്റെ 2 പ്രദേശങ്ങൾ വ്യാപകമായി കള്ളവോട്ടിലാണ്. 99% പോളിംഗ് നടക്കുന്നു. അതുപോലെ തന്നെയാണ് വോട്ട് ചെയ്യാൻ വരുന്നവരെ അടിച്ചോടിക്കുന്ന, പോളിംഗ് ഏജന്റന്മാരെ ഇരുത്താത്ത ഭജനപടം പ്രതികരണങ്ങൾ അതിന് ശേഷം വന്നിട്ടില്ല. അവർക്ക് ഇനി എന്താണ് പറയാനുള്ളത്? ഒരു മുതിർന്ന നേതാവാണ് പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, എന്താണ് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം, തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റുകൾ ഞങ്ങൾ തുറന്ന് തിരുത്തിയെന്ന് ഒരു മുതിർന്ന നേതാവ്, വെറും നേതാവല്ല, ആലപ്പുഴ ജില്ലയിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ, മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഒരുപാട് തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്, മുൻ സംസ്ഥാന സമിതി അംഗം കൂടിയ ജി സുധാകരന്റെ വാക്കുകൾ CPM-നെ വെട്ടിലാക്കിയിട്ടുണ്ടോ, പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? പറഞ്ഞത് എത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമായി കാണേണ്ടതാണ്? വാസ്തവത്തില് പ്രതീക്ഷ ഇതിൽ വെട്ടിലായത് ബഹുമാനപ്പെട്ട ജി സുധാകരൻ സാറാണ്. കാരണം അസാധ്യമായ ഒരു കാര്യമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പോസ്റ്റൽ വോട്ട് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്ക്, ഒരു സംഘടനയ്ക്ക് തിരുത്താൻ പറ്റത്തില്ല. കാരണം ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ. പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക്, ഇപ്പോൾ പിന്നെ ഈ കാലാനുസൃതമായ മാറ്റം വന്നിരിക്കുന്ന പ്രായം ചെന്നവർക്ക്, പക്ഷെ അന്ന് ആ നിയമമില്ലായിരുന്നു. അവർക്ക് സീൽ ചെയ്ത കവറിൽ കൊടുത്ത ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പ് വെച്ച് വോട്ട് ചെയ്ത്, അല്ല അവരുടെ പ്രസൻസിൽ വോട്ട് ചെയ്ത്, അത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയാണ് പാർട്ടി ഓഫീസിലേക്ക് ഈ പോസ്റ്റൽ വോട്ട് വരുന്നത്? അത് സുധാകരൻ സാർ പറഞ്ഞ ഏത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് വളരെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു അസാധ്യമായ കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള തെറ്റല്ലേ ഇത്? ഒന്നാലും ചെയ്യുക, ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ അസാധ്യമായ ഒരു കാര്യങ്ങൾ, പിന്നെ അദ്ദേഹം ഏത് കോൺഗ്രസിനെ പറഞ്ഞതെന്നുള്ളൊരു മറുപടി അദ്ദേഹം പറയണ്ടേ. അദ്ദേഹം ഇപ്പൊ അതിന്റെ മറുപടി നിങ്ങൾ മാധ്യമങ്ങളിൽ വെച്ച് പറയുന്നില്ല. അപ്പൊ അസാധ്യമായ കാര്യങ്ങൾ ഒരു കാരണവശാലും പോലും സംഭവിക്കുന്നില്ല. കള്ളവോട്ടുകളൊക്കെ ഉത്തരേന്ത്യകളിലേക്ക് പല നടക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കള്ളവോട്ട് കഴിഞ്ഞ ദിവസം 2 കോൺഗ്രസ് പ്രവർത്തകരെ കള്ളവോട്ടിന്റെ പേരിൽ പിന്നെ ഇവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അതുപോലും നടക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ട്രാൻസ്പെറന്റാണ്. CPM-ന് പ്രതിരോധമില്ല, ഇത് വെട്ടിലായിരിക്കുന്ന ജി സുധാകരൻ എന്ന് പറയുമ്പോൾ എന്താണ്? 36 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം NGO യൂണിയന്റെ പരിപാടിയിൽ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ വളരെ ഗൗരവത്തോടെ കാണണം, അദ്ദേഹം ഇപ്പോഴും CPM-ന്റെ ഭാഗമാണ്, മറിച്ചൊരു പാർട്ടിയിലേക്കും അദ്ദേഹം പോയില്ല, സംസ്ഥാന സമിതിയിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എന്നതേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോഴും CPM-ന്റെ പരിപാടികളിലൊക്കെ തന്നെ പോവുകയാണ്. പാർട്ടി പ്രവർത്തനായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മുന്നിൽ ഉള്ള ഈ എതിരാളികൾ, രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചുള്ള CPM-നെതിരെ ബൂത്ത് പിടുത്തമടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു, കള്ളവോട്ട് ചേർക്കുന്നു, കള്ളവോട്ട് രേഖപ്പെടുത്തുന്നു, അങ്ങനെ വോട്ടിരട്ടിപ്പ്, അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോൾ മുതിർന്ന നേതാവ് തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മറുപടി CPM കൂടി പറയേണ്ടതല്ലേ, പറയേണ്ടി വരുന്നതല്ലേ? അത് CPM എങ്ങനെയാണ് പ്രതീക്ഷ ബാധ്യത വരുന്നത്? നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അസാധ്യമായ ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സംഭവിക്കും? നോട്ടടിച്ചു CPM എന്ന് പറയുന്നത് പോലെ തന്നെ അത് പിന്നെ നടക്കുമായിരിക്കും കള്ളവോട്ട്. അതുപോലെ തന്നെ കള്ള നോട്ടടി എന്ന് പറയുന്നത് ഇത് ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാര് ഈ നമ്മുടെ വോട്ടെടുപ്പ് പ്രക്രിയയെ തന്നെ എന്താ പറയാ, അദ്ദേഹം ഡീഗ്രേഡ് ചെയ്തത്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള നേതാവാണ് ജി സുധാകരൻ സാർ. വളരെ സത്യസന്ധനും, ഞങ്ങൾ എല്ലാവരും കേരളം മുഴുവൻ രാഷ്ട്രീയത്തിന് അതിനോട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്തോ അല്ലയോ എന്നൊന്നും പുള്ളി പറയുന്നില്ല. അല്ലാത്തതായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് വോട്ടുകൾ ഞങ്ങൾ തിരുത്തി പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ, ഈ പോസ്റ്റ് വോട്ട് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് അദ്ദേഹത്തിന് അല്പം ബോധം വേണ്ടത് പറയണമെന്നുണ്ടെങ്കിൽ അതിപ്പോ ബഹുമാനപ്പെട്ട ഷുക്കൂർ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഞാൻ പറയാം വോട്ട് എങ്ങനെയാണ് പാർട്ടി ഓഫീസുകളിലേക്ക് CPM-ന്റെ പോയതെന്ന് വ്യക്തമായി പറയട്ടെ. ഞാൻ പറയട്ടെ. NGO യൂണിയന്റെ ആ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ട് ഈ പോസ്റ്റൽ ബാലറ്റ് കയ്യിൽ വാങ്ങുന്ന ഏർപ്പാട് NGO യൂണിയൻ സ്ഥിരമായി ചെയ്യുന്നില്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലേ?
എന്തിനാ അധികം പറയുന്നത്? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ കോവിഡ് കാലഘട്ടത്തിൽ വീടുകളിൽ വന്ന് തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി വോട്ട് ചെയ്ത് ആ ബാലറ്റ് പേപ്പർ സൂക്ഷിച്ച് എവിടെയാണ്? 2021 പിണറായി സർക്കാരിന്റെ കാലത്തെ വോട്ടെടുപ്പ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? ഒരു എന്താ വിക്ഷോഭം അതിലാണ് കൊണ്ടുപോയത്. ഒരു സീൽഡ് കവറിൽ കൊണ്ടുപോയില്ല, പെട്ടിയിൽ കൊണ്ടുപോയില്ല. ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ലേ? മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളത് വ്യക്തമല്ലേ ഇപ്പൊ സുധാകരൻ പറഞ്ഞതോടുകൂടി? അവിടെയും നടത്തിട്ടില്ലേ? കോവിഡ് കാലഘട്ടത്തിൽ വീടുകളിൽ ഞാനിത് പറയട്ടെ അങ്ങനെ പോസ്റ്റൽ ബാലറ്റിൽ തിരിമറി നടന്നത് വ്യക്തമായി പിടിച്ചില്ലേ? അതുണ്ടാകാതിരിക്കാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ ചില നിബന്ധനകൾ വെച്ചല്ലോ. അത് നടപ്പിലായതുകൊണ്ട് ആ രൂപത്തിൽ അവിടെ നടന്നില്ലല്ലോ. ഇത് പിന്നെ റെജി ലൂക്കസ് അങ്ങനെ പറഞ്ഞു പോകാതെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് മുതൽ തീർച്ചയായും ശ്രീ ഷുക്കൂർ, ഒരു കണക്ഷൻ പ്രശ്നമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ആലപ്പുഴയിൽ NGO യൂണിയന്റെ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. മുൻപൊരു സർവീസ് സംഘടനയുടെ 89-ലെ അല്ലെങ്കിൽ ഇത്രയും വർഷം മുൻപ് നടന്ന ഒരു സർവീസ് സംഘടനയുടെ ഭാഗമായി നിന്ന ഒരു ഇടത് സ്ഥാനാർത്ഥി ദേവദാസിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അന്ന് നടത്തിയെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരോടാണ് അദ്ദേഹം പറയുന്നത്, സർവീസ് സംഘടനാ നേതാക്കന്മാരോടാണ് അദ്ദേഹം പറയുന്നത് എന്താണ് പഴയകാല ചെയ്തി സംബന്ധിച്ച്. അതായത് പോസ്റ്റൽ ബാലറ്റ് ഞങ്ങൾ വെട്ടി തിരുത്തി എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് കൂടി നൽകിയിരിക്കുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അപ്പോൾ അത് മുതിർന്ന നേതാവാണ്. അപ്പോൾ നിയമക്കുരുക്കിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ജി സുധാകരനെ സംബന്ധിച്ചോളം. അത് ജി സുധാകരനിലേക്ക് മാത്രം നിൽക്കുന്നതാണോ? എതിരാളികൾ ആവർത്തിച്ച് പറയുന്നത് പോലെ CPM-ന്റെ ഭാഗത്തു നിന്നും അടിക്കടി ഉണ്ടാകുന്ന ഈ വോട്ടുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എല്ലാ അടവുകളും പയറ്റുന്നു എന്ന ആരോപണം കൂടി ശക്തിപ്പെടുമ്പോൾ എത്രത്തോളം ഗുരുതരമാണത്? അല്ല, അതിനിപ്പോ കോൺഗ്രസ്സുകാർ പറയും കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM ജയിക്കുന്ന മുഴുവൻ പോസ്റ്റ് വോട്ടർ അട്ടിമറിച്ചിട്ടാണെന്നല്ലോ അവർ പറയും. അവരതിന് മടിക്കാത്തവരാ. ഞാനൊരു കാര്യം പറയാം, കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുതരമായ പോസ്റ്റ് വോട്ടർ ആരോപണം എന്തായിരുന്നു? 2 നിയമസഭാ നിയോജകമണ്ഡലങ്ങളെ കുറിച്ച് 2021 തൃപ്പൂണിത്തുറയും പെരിന്തൽമണ്ണയിലെയും തെരഞ്ഞെടുപ്പ്. ഈ 2 പെരിന്തൽമണ്ണ വിചിത്രമോ, പെരിന്തൽമണ്ണയാണ് 30 വോട്ടിനാണ് അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നത്. ഏതാണ്ട് 600ഓളം വോട്ടുകൾ എണ്ണാൻ ബാക്കി വെച്ചു, ബാലറ്റ് വോട്ടുകൾ. അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം കൊണ്ട് സാധിച്ചില്ല. ഫേസ്ബുക്ക് കോടതി കിടക്കുക. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ 1300ഓളം പോസ്റ്റ് വോട്ടുകൾ എണ്ണുന്നത് ആവശ്യപ്പെട്ട് എണ്ണിയില്ല. അതിനെന്തോ 1-2 ടൈം ബൗണ്ടർ ആയിട്ടല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വോട്ട് എണ്ണിയില്ല. അത് ഇന്നും തർക്കത്തിൽ 1000 താഴെ വോട്ടിനാണ് കെ ബാബു ജയിച്ചത്. വാസ്തവത്തിൽ ആ വോട്ട് എണ്ണുമായിരുന്നു, ഉറപ്പായിരുന്നു ആര് ജയിക്കും, M സ്വരാജോട് ജയിച്ചു വന്നാൽ. അത് കേസ് സുപ്രീം കോടതിയിലാണ്. അത് അനുകൂലമായിട്ട് തന്നെ വിധിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതല്ലാതെ കണ്ട് ബാലറ്റ് പേപ്പറിലെ വോട്ട് തിരുത്തുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. 3 ലെയർ ഓഫ് സംവിധാനമാണത്. 3 ലെയറിലാണ് ഇത് പോകുന്നത്. എങ്ങനെയാ? ആദ്യം ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ പ്രസൻസിൽ, അല്ലാതെ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്ത് അവരെ സീൽ ചെയ്ത കവർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ വ്യക്തമായി സുധാകരൻ പറഞ്ഞില്ലേ, ഈ ഷീൽഡ് കവർ പൊട്ടിച്ച് ഷീൽഡ് കവറിൽ രേഖപ്പെടുത്തിയ വോട്ട് ശരിയായി ഞങ്ങൾക്ക് അനുകൂലമായി, കെവി ദേവദാസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇത് വ്യക്തമായി പറയുകയല്ലേ? സാറ് പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ്, MLA അല്ല, എങ്ങനെ സാധിക്കുന്നോട് പറയൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇത് കളക്ട് ചെയ്ത് സുധാകരൻ സാർ എന്ത് കോൺഗ്രസ് പറഞ്ഞെന്നുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം. കാരണം ഇതുമല്ല, ഇതിനപ്പുറവും നടക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒന്നും നിങ്ങൾ ന്യായീകരിക്കില്ല. സംസാരിക്കാൻ അനുവദിക്കേ. അല്ലല്ല, ഞാൻ അത് പറഞ്ഞു പോകുന്നതിന് പൂർത്തീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് കൈകാര്യം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണല്ലോ. ആ ഉദ്യോഗസ്ഥരാണല്ലോ ഈ കോൺടെസ്റ്റ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പറയുന്ന വെളിപ്പെടുത്തൽ പോലും ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ്. ഇത് കൈകാര്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ സർവീസ് സംഘടനകളുടെ അത് സാന്നിധ്യത്തിൽ പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഗൗരവം ഞാൻ കുറച്ച് കണ്ടല്ലോ. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തില് ഈ ചെയ്യുന്ന ഓരോ വോട്ടും പ്രിസൈഡിംഗ് ഓഫീസർ മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പോലീസ് കാവലുണ്ട്. അതുപോലെ ഏത് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഈ പറയുന്നത്. അപ്പൊ അത് എന്ത് രീതിയിലാണ് പറഞ്ഞത് എനിക്ക് അല്ല. ഇത്രയ്ക്ക് പരിണതപ്രജ്ഞനായ, ഇത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സഖാവ് കൂടെയായ അദ്ദേഹം ഏതെല്ലാം ഉത്തരവാദിത്തമാണ് റെജി ലൂക്കോസ് പറയുന്ന കേൾക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരും പാർട്ടി പ്രവർത്തകരും പൊട്ടന്മാരാണെന്നാണോ ധരിക്കുന്നത്?
എത്ര പേരാണ് ഇത് കയ്യിൽ വാങ്ങിച്ചോണ്ട് പോയിട്ടുള്ളത്? CPM ഓഫീസിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തത്. ശേഖരിക്കേണ്ടത് എങ്ങനെ? പലപ്പോഴും ഇതിന്റെ ഇതാരും ശേഖരിക്കേണ്ട കാര്യമില്ല. ഇത് പോസ്റ്റൽ നമുക്ക് ജി സുധാകരൻ എന്താണ് അതിനുശേഷം പറഞ്ഞത് എന്ന ക്ലാരിറ്റിയോടുകൂടി നമുക്കൊന്ന് കേൾക്കാം. ആ ബൈറ്റ് ലഭ്യമായെങ്കിൽ പ്ലേ ചെയ്യാവുന്നതാണ്. പത്രത്തിൽ വന്ന പ്രസ്താവനയില്ലേ? പത്രത്തിൽ പ്രസ്താവന വന്നില്ല. അതേപ്പറ്റി അവർ അന്വേഷിക്കാൻ വന്നു. കളക്ടർ പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നു. ഞാനിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവര്. അപ്പോൾ അവരതിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. സാർ, ഇതൊരു ടങ് സ്ലിപ്പ് സംഭവിച്ചാണെന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതായത് സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ ഒരു ഒന്നും പറയാനില്ല കേട്ടോ. ശരി സാർ, എന്ത് വഴിയാണ് അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് സാർ? അല്ല, അവരിതേ പറ്റിയൊക്കെ ചോദിച്ചത്. ഇനി എന്ത് നടപടി തുടർന്നുണ്ടാകുന്നില്ല പറഞ്ഞത്? അവർ റിപ്പോർട്ട് കളക്ടർ കൊടുക്കും, അത്രേ ഉള്ളൂ. കളക്ടർ എന്താന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യട്ടെ. അന്വേഷണം കഴിയല്ലോ, നമ്മുടെ അന്വേഷണം കഴിയും. ഇതിനെ ഭയക്കുന്നുണ്ടോ? ഇത്തരം നടപടികളെ ഭയക്കുന്നുണ്ടോ? എന്തിനു ഭയക്കണം? ഈ മൊഴിയെടുക്കാൻ വന്നു, കേസെടുക്കുന്നു. എന്തിനാ ഭയക്കുന്നത്? അങ്ങനൊരു ജനങ്ങളുടെ ചോദ്യം ഞാൻ ചോദിച്ചത്. ഞാൻ ഭയക്കുന്നത് അതാണ്. കൊലക്കുറ്റമൊന്നും ചെയ്തില്ല. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ജി സുധാകരന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം മറിച്ച് അല്ല, ഒന്നും സംഭവിച്ചില്ല, താങ്കൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല, മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞതാണെന്നോ അദ്ദേഹം പറയുന്നുമില്ല. അപ്പോൾ ആ പറഞ്ഞ വാചകങ്ങൾ അതേപടി അതേ നിലയ്ക്ക് ഇപ്പോൾ നിൽക്കുകയാണ് പൊതുമണ്ഡലത്തിൽ. ശ്രീ റെജി ലൂക്കോസ്, ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതിൻ്റെ നൈതികത മുഴുവൻ ഒരു നേതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ്. ഈ സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. എത്രയോ വർഷക്കാലം, പതിറ്റാണ്ടുകൾ നമ്മുടെ നിയമസഭയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. അവിടുത്തെ മന്ത്രിയായിരുന്നു സംസ്ഥാനത്തിൻ്റെ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ഈ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ അനുകരിച്ചും മാതൃകയായിട്ടൊക്കെ തന്നെ നിൽക്കേണ്ട ഒരു നേതാവാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ അന്നത്തെ നിയമം അനുസരിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ജനപ്രാതിനിധ്യ നിയമം, ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ BNS, ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വകുപ്പുകൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും അവർക്കതിൻ്റെ അനിവാര്യതയെ മാറുകയാണ്. അപ്പോൾ ഒരു ജി സുധാകരനിലേക്ക് മാത്രം നിങ്ങൾ ഒതുക്കി സുധാകരൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അറിയില്ല. ഗൗരവം നോക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് അർത്ഥതലങ്ങളില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ആരോപണങ്ങള് ആ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം ഇത് പറയാൻ പാടില്ല. അദ്ദേഹം ഇത് തെറ്റാണ്. ഒരിക്കലും ഈ പാർട്ടിയെ വെറുതെ ഇങ്ങനെ, ഈ ഓപ്പോസിറ്റ് പാർട്ടികളെ കൊണ്ട് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ അവർ പറയുന്നതിനകത്ത് ഒരു ന്യായമില്ല. കാരണം നടക്കാത്ത കാര്യമാണ്. പക്ഷെ അതിനൊരു അവസരം അദ്ദേഹം കൊടുക്കാൻ പാടില്ല. പ്രത്യേക NGO യൂണിയന്റെ അസോസിയേഷന്റെ ഓഫീസിലൊക്കെ അല്ല അവരുടെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? നമുക്കൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് ഈ പാർട്ടി ഏതെല്ലാം രീതിയിലുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, പലതവണ മന്ത്രി, 3 തവണ അദ്ദേഹം MLA ഒക്കെ ആയിരുന്ന ഒരാളാ. അദ്ദേഹത്തിനെ പോലെ ഒരാള് ഇങ്ങനെ അസംഭാവികമായ ഒരു കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ യുക്തി എന്താണെന്ന് ഒരിക്കലും പിടിയിട്ടില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന 1-2 ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പരിചയമുള്ളവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവില്ല. അവര് പറഞ്ഞു അസാധ്യമാണ്, ഒരിക്കലും അത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ വോട്ട് എണ്ണാതിരിക്കാം, എങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചിട്ട് വേണം അയക്ക് വോട്ട് ചെയ്യാം. അയക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും ഇപ്പൊ സഹായികൾ വേറെ ഉണ്ട്. അല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ തീർച്ചയായും അതാണ് ശ്രീ റെജി ലൂക്കോസിന്റെ വാദം. അവസാനമായി ശ്രീ A. ഷുക്കൂർ, കോൺഗ്രസ് പാർട്ടി ഈ സംഭവത്തെ എങ്ങനെയാണ് പ്രചരണ ആയുധമായി കാണുന്നത്? ഇത് CPM എല്ലാ കാലത്തും നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. പലപ്പോഴും അത് പോളിംഗ് സ്റ്റേഷനുള്ളിൽ കള്ള വോട്ട് ചെയ്യാൻ, ഇരട്ടി വോട്ട് ചെയ്യാൻ, ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാൻ, ഇതുപോലെ ചെയ്തു വന്ന സർക്കാർ സർവീസിലിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക്
പോയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടുകൾ ശേഖരിച്ച് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് വോട്ട് തിരുത്തി സീൽ ചെയ്ത് കവറിലിട്ട് ഈ ഇലക്ഷൻ കൗണ്ടിംഗ് ടേബിളിന്റെ മുമ്പിൽ എത്തുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ ഈ രൂപത്തിൽ ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തം വ്യക്തമായി കൃത്യമായി 89-ൽ നടന്നത് സുധാകരൻ പറഞ്ഞു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. അതിനൊരു സംവിധാനം CPM-നുണ്ട്. അത് ലോക്കൽ കമ്മിറ്റി തലത്തിലുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി തലത്തിലുണ്ട്, ഏരിയ കമ്മിറ്റി അത് കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് പാർട്ടി ഓഫീസിലേക്ക് ഇത് കൊണ്ടുവരും. ഇത് തിരിമറി നടത്തും. ഇതിൽ നടത്തേണ്ട മാറ്റങ്ങൾ വരുത്തി അത് ശാസ്ത്രീയമായി അത് കവറൊട്ടിച്ച് വീണ്ടും കൊടുക്കും. ഇത് റജി ലൂക്കോസ് പൊട്ടന്മാരോട് സംസാരിക്കുന്ന പോലെയാ. ഇത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് നേരിട്ട് പോസ്റ്റൽ ബാലറ്റ് വാങ്ങുന്നത്. ഈ പോസ്റ്റൽ ബാലറ്റ് തിരിച്ച് പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ടതാണ്. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് വരുന്ന ആൾക്ക് കൊടുക്കും. CPM-ന് അതിനൊരു സംവിധാനമുണ്ട്. തെരഞ്ഞെടുപ്പ് അതിക്രമം നടത്താനുള്ള ഒരു മെഷീനറി. കോൺഗ്രസ് അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഷുക്കൂറിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചോളം പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന ജി സുധാകരന്റെ വാക്കുകളിൽ കേസെടുത്തിരിക്കുന്നു, നടപടികളിലേക്ക് കടന്നിരിക്കുന്നു, മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അപ്പോഴും താൻ വിരണ്ടു പോയിട്ടില്ല എന്നാണ് സുധാകരന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വരുന്നത്. അപ്പോൾ ഇനിയുള്ള നടപടികൾ എന്തായിരിക്കുമെന്ന് നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ കാണാൻ കഴിയും.